ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പറയാൻ പോണത് ഒറ്റക്കുട്ടികളെ കുറിച്ചാണ്. ഇപ്പം ഞാൻ ഒറ്റക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മൈൻഡിൽ വന്നിട്ടുള്ളത് അച്ഛനമ്മമാരുടെ ഓമനക്കുട്ടി. ഞങ്ങൾക്ക് റിമോട്ടിന് വേണ്ടി അടിയുണ്ടാക്കേണ്ടി വന്നിട്ടില്ല, ഇഷ്ടമുള്ള ഫുഡിന് വേണ്ടി അടിയുണ്ടാക്കേണ്ടി വന്നിട്ടില്ല, ഇഷ്ടമുള്ള ഡ്രസ്സിന് വേണ്ടി അടിയുണ്ടാക്കേണ്ടി വന്നിട്ടില്ല. പാരൻസ് എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. അങ്ങനെ പോണ ഒരു ലൈഫാണ് ഞങ്ങളുടെ. ശരിയാ, അതൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ചെറുതിലെ ക്ലാസ് വിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും അനുഭവപ്പെടുന്ന ഒരു സൈലൻസ് ഉണ്ട്. വീട്ടിലാരും ഉണ്ടാവില്ല, ആകെയുള്ളത് അച്ഛനും അമ്മയും. സംസാരിക്കാൻ മാത്രം അച്ഛനും അമ്മയുണ്ട്. എത്ര നേരം എന്ന് വെച്ചാൽ നമ്മൾ അച്ഛനമ്മമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളപ്പോഴൊക്കെ ആലോചിക്കും, ഒരാൾ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലാ, വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നെങ്കിലാ എന്നൊക്കെ ആലോചിക്കും. ഈ ക്ലാസ്സിൽ തിങ്കൾ മുതൽ വെള്ളി വരെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് പിള്ളേരുണ്ട്, അവരുടെ ഒപ്പം ഇരിക്കുക, സംസാരിക്കുക, കളിക്കുക, ഇതൊക്കെയാണ് കുഞ്ഞിലെ. പക്ഷേ വീട്ടിൽ ശനി ഞായർ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബോറിങ്ങാണ്. എത്ര നേരം എന്ന് വെച്ചാൽ ടി വി കാണുക, പുറത്തൊന്നും കളിക്കാനോട്ട് വിടത്തില്ല. ഈ ഒറ്റ മക്കളെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അച്ഛനമ്മമാർ പുറത്ത് വിടലൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒറ്റ മക്കൾ എന്ന് പറയുന്നത് അത് അത്ര വലിയ നല്ല ഹൈപ്പുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, എല്ലാവരും പറയുന്നത് പോലെ. പിന്നെ ഈ വെക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വേറെ ഒന്നുമില്ല, ഈ കസിൻസൊക്കെ എല്ലാവരുടെയും വീട്ടിൽ വരുമല്ലോ. അപ്പോൾ ഞങ്ങളും കസിൻസിൻ്റെ വീട്ടിലൊക്കെ അങ്ങോട്ടും പോകാറുണ്ട്, ഇങ്ങോട്ടും അവർ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് നിൽക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ നമുക്ക് സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനൊക്കെ. അങ്ങനെ അവർ വന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവർ പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അയ്യോ, വീണ്ടും പഴയതുപോലെ ആയല്ല, ആരും ഇനി ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു തോട്ടാണ്. ഞാൻ എൻ്റെ കുഞ്ഞിൽ ചെയ്തിരുന്ന വെച്ചൊരു മണ്ടത്തരായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോഴേക്കും ഞാൻ അവരുടെ ചെരുപ്പും കൂടെയൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കാറുണ്ട്, പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുന്നത്, ഞാൻ എന്തൊരു പൊട്ടത്തരല്ലേ ചെയ്തിരുന്ന വെച്ചത്. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഇല്ലെങ്കിലും പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ അന്നേരം ചിന്തിച്ചില്ല. അന്നത്തെ നമ്മളുടെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നമ്മളങ്ങനെ എന്താ പറയുക, നമ്മളുടെ ഒരു അവരോടുള്ള സ്നേഹം, അവർ പോകാണ്ടിരിക്കാനുള്ള ആഗ്രഹം, അതങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രകടിപ്പിച്ചിരുന്ന വെച്ചത്. അതൊക്കെ ഈ ഒറ്റ മക്കളുടെ ഒരു പ്രശ്നം കേട്ടോ, ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ പിള്ളേരും ആളുകളും ബഹളങ്ങളൊക്കെയുള്ള വീട് കാണുമ്പോഴേക്കും എന്താണ് അറിയാൻ പാടില്ല, ചെറുതായിട്ടൊരു സങ്കടം വരും. നമ്മൾ വീട്ടിൽ ഒറ്റക്കാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. ഇതൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റ മക്കളെ എവിടെ കൊണ്ടിട്ടാലും ഞങ്ങൾ സർവൈവ് ചെയ്യും. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല, സന്തോഷമായാലും സങ്കടങ്ങളായാലും കുഞ്ഞിലേ മുതൽ ഒറ്റക്ക് ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ എന്നാലും എവിടേക്കോ ചെറിയൊരു വിഷമം ഇല്ലാണ്ടില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ വിഷമിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ചായാനൊരു തോള് അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പ് ഉണ്ടായെങ്കില, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടായെങ്കില എന്നൊക്കെ ആഗ്രഹിക്കാതെ ഇരിക്കാതില്ല. അപ്പം ഇതെല്ലാ ഒറ്റമക്കൾക്കും ഈ എൻ്റെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യും. ഹാവ് എ ഗ്രേറ്റ് ഡേ.